മുഖ്യമന്ത്രിയുടെ മീഡിയ ഗ്രൂപ്പ് ഇനി ഒപ്പോസിഷൻ മീഡിയ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ സിപിഎമ്മിനുള്ളിൽ നേതൃസ്ഥാനങ്ങളെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാകുന്നു. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാർത്താ വിനിമയ ഗ്രൂപ്പായ മുഖ്യമന്ത്രിയുടെ മീഡിയ ഗ്രൂപ്പിന്റെ പേര് ഒപ്പോസിഷൻ മീഡിയ എന്ന് പുനർനാമകരണം ചെയ്തത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് മാറ്റിയത്. ഗ്രൂപ്പിന്റെ ഡിസ്പ്ലേ പിക്ചറായി പിണറായി വിജയന്റെ ചിത്രം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം പിണറായി വിജയൻ പ്രതിപക്ഷ നിരയെ നയിക്കുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഈ പേരുമാറ്റത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പിണറായി വിജയൻ സർക്കാർ നിയമിച്ച പ്രധാന സർക്കാർ അഭിഭാഷകർ രാജിവെച്ചു. അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ അഭിഭാഷകരാണ് രാജിക്കത്ത് നൽകിയത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ S. ജയതിലകിനാണ് അഡ്വക്കേറ്റ് ജനറൽ രാജിക്കത്ത് കൈമാറിയത്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരായ അശോക് M. ചെറിയാൻ, KP ജയചന്ദ്രൻ എന്നിവരും രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി രാജിക്കത്ത് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്കാണ് കൈമാറിയത്. അതേസമയം കിഫ്ബി CEO പദവി KM എബ്രഹാമും രാജിവെച്ചു. മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. കിഫ്ബി അഡീഷണൽ CEO മിനി ആന്റണിക്കാണ് ചുമതല. ഭരണമാറ്റം ഉറപ്പായതിനു ശേഷമാണ് പടിയിറക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചതിന് പിന്നാലെയാണ് കിഫ്ബി CEOയുടെയും പടിയിറക്കം. പാലക്കാട് ജില്ലയിൽ ഓൺലൈൻ ക്ലാസുകൾ അവസാനിപ്പിച്ച് ഫിസിക്കൽ ക്ലാസുകൾ നടത്താൻ അനുമതി. കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിലെ കണക്കുകൾ അനുസരിച്ച് ജില്ലയിൽ കുറഞ്ഞ താപനിലയും UV ഇൻഡെക്സും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്. ജില്ലയിൽ ചൂട് കനത്തതോടെയാണ് ഫിസിക്കൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിക്കൊണ്ട് ഓൺലൈൻ ക്ലാസുകൾക്ക് അനുമതി നൽകിയത്. ഈ ഉത്തരവ് പിൻവലിച്ചതായാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. കുമാരനാശാന്റെ ജന്മസ്ഥലത്ത് ഫിഷ് മാർക്കറ്റ്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. മഹാകവി കുമാരനാശാന്റെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന തൊമ്മൻവിളാകം തറവാട് പ്രദേശത്ത് മത്സ്യ മാർക്കറ്റ് സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്ത്. ചലച്ചിത്ര സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലത്ത് അനധികൃതമായി മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചുവെന്നാണ് ആരോപണം. ഫിഷ് മാർക്കറ്റിനെതിരെ പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് രംഗത്തെത്തി. മാർക്കറ്റിന്റെ പ്രവർത്തനം നടത്താനും അതേയിടത്ത് സ്മാരകം നിർമ്മിക്കണമെന്നുമാണ് ആവശ്യം. MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രൂക്ഷ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പങ്കുവച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് രൂക്ഷമായ കമന്റുകൾ ഉയർന്നത്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നാണ് ഭൂരിപക്ഷം കമന്റുകളിലെയും അഭിപ്രായം. പകരം M. സ്വരാജിനെയും P. ജയരാജിനെയോ സെക്രട്ടറിയാക്കണമെന്നും CPM അനുകൂലികളെന്ന് കരുതുന്നവർ കമന്റിൽ പറയുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വീണ്ടും ആന ഇടഞ്ഞു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ചാട് ഗോപാലിൽ നിന്ന് ആനയാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ദേവസ്വത്തിന്റെ തന്നെ സ്ഥലമായ മഹാത്മാ ലൈബ്രറിക്ക് സമീപമുള്ള പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. പറമ്പിലെ തെങ്ങിൽ തളച്ചിരുന്ന ആന തെങ്ങ് മറിച്ചിട്ടു. എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമ ഫലമായി ആനയെ തളയ്ക്കുകയായിരുന്നു. നിലമ്പൂർ ഷൊർണൂർ മെമു ട്രെയിനു മേലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനു മീതെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. തുവ്വൂർ കമാനം മേൽപ്പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് നിലമ്പൂർ ഷൊർണൂർ മെമു ട്രെയിനു മീതേക്ക് ഇടിഞ്ഞു വീണത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30-നാണ് സംഭവം. തുടർന്ന് 7:45-ഓടെയാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. മറ്റ് ട്രെയിനുകളുടെ സമയക്രമത്തെയും ഇത് ബാധിച്ചു. കല്ലുകൾ വീണ് ട്രെയിനിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിന് പിന്നാലെ വ്യാപക സംഘർഷം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോഴിക്കോട് വിവിധയിടങ്ങളിൽ ആക്രമണം. നരിക്കുനിയിൽ UDF LDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. UDF പ്രവർത്തകനായ രജീഷിനാണ് സംഘർഷത്തിൽ കുത്തേറ്റത്. ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തലയ്ക്കാണ് പരിക്കേറ്റതെന്നാണ് വിവരം. CPM ബ്രാഞ്ച് സെക്രട്ടറി റിയാസ്, മുൻ ലോക്കൽ സെക്രട്ടറി KP പ്രേംകുമാർ ഉൾപ്പെടെ 4 പേർക്കും മർദ്ദനമേറ്റു. കേരള കോൺഗ്രസ് M പിളർപ്പിലേക്കെന്ന സൂചന. 12 സീറ്റുകളിലും തോറ്റതോടെ അണികൾ ആശങ്കയിലാണ്. മുന്നണി മാറ്റം എതിർത്ത ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. UDFൽ പോകണമെന്ന നിലപാടിലാണ് ജോസ് കെ മാണി അനുകൂല വിഭാഗം. ഈ സാഹചര്യത്തിൽ ഒരു വിഭാഗം LDF വിട്ടേക്കുമെന്നും സൂചനയുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരിട്ടത്. UDFന്റെ തേരോട്ടത്തിൽ പാർട്ടിക്ക് മധ്യകേരളത്തിൽ നിലം തൊടാനായില്ല. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി. നടൻ സന്തോഷ് കെ നായർ അന്തരിച്ചു.
പത്തനംതിട്ട ഏനാത്ത് വെച്ച് സന്തോഷ് നായർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ സന്തോഷിന്റെ ഭാര്യ ശുഭശ്രീക്കും പരിക്കേറ്റിരുന്നു. ചികിത്സയിലിരിക്കെ സന്തോഷിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. അടൂർ MC റോഡിൽ പുതുശ്ശേരി ഭാഗത്ത് വെച്ച് താരത്തിന്റെ ഇന്നോവയിലേക്ക് എതിരെ വന്ന ലോറി ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സന്തോഷ് ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. വില്ലൻ, നായകൻ, സഹനടൻ, ഹാസ്യനടൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വേഷങ്ങളിൽ 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്.